ലോകമെമ്പാടുമുള്ള ആളുകൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവരാണ്. എന്നാൽ നമ്മുടെ കാലശേഷം ഫേസ്ബുക്കിന് എന്ത് സംഭവിക്കും? 2 ഓപ്ഷനുകൾ ഫേസ്ബുക്ക് നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ, നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും നിങ്ങളുടെ ഈ ഫേസ്ബുക്ക് നിങ്ങളുടെ കാലശേഷം കൈമാറാൻ സാധിക്കും. 2, നിങ്ങളുടെ കാലശേഷം ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഫേസ്ബുക്ക് പെർമനൻ്റായിട്ട് ഡിലേറ്റ് ആകാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കും. ഇതെവിടെയാണുള്ളത്? നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് ഈ 2 കാര്യങ്ങൾ മനസ്സിലാക്കാം. ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ, ഞങ്ങളുടെ വീഡിയോ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനബിൾ ചെയ്തതിന് ശേഷം ഓടുന്ന ഭാഗം സെലക്ട് ചെയ്യുക. ഫേസ്ബുക്കിലാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ FTM ക്രിയേഷൻ എന്ന ഈ ഒരു പേജ് കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. ഞാൻ അതിനായിട്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തിട്ട് വലതുവശത്ത് മുകളിൽ കാണുന്ന ആ ഒരു 3 ലൈൻസിലൊന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ സെറ്റിങ്സിൻ്റെ ഗിയർ ചിഹ്നം ഏറ്റവും മുകളിൽ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇവിടെ ഏറ്റവും മുകളിൽ അക്കൗണ്ട് സെൻറ്റർ എന്ന ഓപ്ഷൻ നിങ്ങൾ കാണാൻ സാധിക്കും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം കുറച്ച് താഴേക്ക് വരുമ്പോൾ ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാൻ സാധിക്കും. അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴെ അക്കൗണ്ട് ഓണർഷിപ്പ് ആൻഡ് കൺട്രോൾ എന്ന ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അവിടെ ഒരു ആരോ മാർക്കും ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 ഓപ്ഷനുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒന്ന് മെമ്മോറിയലൈസേഷൻ എന്ന ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ രണ്ടാമത്തെ ഓപ്ഷൻ ഡീആക്ടിവേഷൻ ഓർ ഡിലേഷൻ എന്ന രണ്ടാമത്തെ ഓപ്ഷനും ഉണ്ട്. ആദ്യത്തെ ഓപ്ഷൻ സൂചിപ്പിക്കുന്നത് നിങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞാൽ മറ്റാരെങ്കിലും ഉപയോഗിക്കണോ അതോ നിങ്ങൾക്ക് ഈ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്യണോ എന്നുള്ള ഓപ്ഷനാണ്. നമുക്ക് ആ ഏരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്യാം. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫേസ്ബുക്ക് ഇവിടെ കാണിക്കും. അവിടെ ഒരു ഏരോ മാർക്ക് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് 2 ഓപ്ഷനുകൾ വന്നിട്ടുണ്ട്. അതായത് മെമ്മോറിയലൈസ് അക്കൗണ്ട് എന്നും അതുപോലെ തന്നെ ഡിലേറ്റ് ആഫ്റ്റർ ഡെത്ത് എന്നും നിങ്ങൾ കാണാൻ സാധിക്കും. ഇതിൽ നിന്നും ആദ്യത്തെ ഓപ്ഷനാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ നമുക്കൊന്ന് തിരഞ്ഞെടുത്ത് നോക്കാം. അവിടെ ഒന്ന് ടിക്ക് മാർക്ക് കൊടുക്കുക. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിനെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ള ആർക്കെങ്കിലും ഈ ഒരു ഫേസ്ബുക്ക് കൈമാറാനുള്ള ഓപ്ഷനാണ്. ഇവിടെ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇത് മനസ്സിലാകും. ഇവിടെ സെർച്ച് ഫേസ്ബുക്ക് ഫ്രണ്ട്സ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് ആരെയാണോ നിങ്ങൾ ഇതിലേക്ക് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് ഇവിടെ ആ ഒരു പ്രൊഫൈലിൻ്റെ പേര് നിങ്ങൾ അടിക്കുമ്പോൾ നിങ്ങൾക്കിവിടെ വരും. ഞാനിപ്പോൾ ഒരാളെ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഉടനെ നിങ്ങൾക്ക് ഇതിൽ നിന്ന് 2 ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാനുള്ള ഓപ്ഷനുമുണ്ട്. അതായത് നിങ്ങളുടെ ഈ ഒരു ഡാറ്റ കംപ്ലീറ്റ് കോപ്പി ചെയ്യണോ അതല്ല നിങ്ങൾക്ക് ഇത് നിങ്ങളുടെ സുഹൃത്തിന് കൈമാറാൻ മാത്രം മതിയോ എന്നൊക്കെ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഇത് രണ്ടാമത്തെ ഓപ്ഷൻ തിരഞ്ഞെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പേരും ഇവിടെ വന്നിട്ടുണ്ട്. ഉടനെ നിങ്ങൾ സേവ് കൊടുത്തിട്ട് നിങ്ങളുടെ പാസ്വേഡും കൂടി അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഈ ഒരു വ്യക്തി സേവ് ആകും. പിന്നെ നമുക്ക് ആ വ്യക്തിയോട് പറയാനും കഴിയുമല്ലോ, ഇങ്ങനെ ഞാൻ നിങ്ങളെ സെലക്ട് ചെയ്തിട്ടുണ്ട്. അവർക്കൊരു നോട്ടിഫിക്കേഷനും വരും. അപ്പോൾ ഈ ഒരു സംവിധാനം മറ്റൊരാളെ നമ്മുടെ ഫേസ്ബുക്ക് ഏൽപ്പിച്ചു കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഇനി രണ്ടാമത്തെ ഓപ്ഷൻ ഡിലേറ്റ് ആഫ്റ്റർ ഡെത്ത് എന്ന ഭാഗമാണ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഇവിടെ തിരഞ്ഞെടുത്തു. ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. നെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ സേവ് എന്ന ഒരു ഓപ്ഷനുണ്ട്. അതായത് നിങ്ങളിത് സേവ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫേസ്ബുക്കിന് ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാകും. പിന്നെ നിങ്ങൾ ഇവിടെ നിന്നും മരണപ്പെട്ടു പോയി എങ്കിൽ ആരെങ്കിലും ഫേസ്ബുക്കിന് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ അത് പരിഗണിക്കുകയും ഈ ഒരു ഫേസ്ബുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലേറ്റ് ആകുകയും ചെയ്യും. ഇതാണ് ഫേസ്ബുക്ക് തരുന്ന 2 ഓപ്ഷനുകൾ. ഇത് നിങ്ങൾക്ക് മുന്നേ അറിവുള്ളതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. അറിയാത്തവർക്ക് വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അടുത്ത ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.